ഇനി സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആകണം അങ്ങനെ എന്തോ ഇല്ലേ ചേട്ടാ? ഇനി കുറച്ച് നമ്മളിപ്പോ സവാള ആയല്ലോ, കുറച്ച് ഇഞ്ചി, ഒരു 2 സ്പൂൺ ഇഞ്ചി അതിന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത് ഇടാൻ പോകുന്ന ചതച്ച ഇഞ്ചിയാണ്. ഹലോ മച്ചന്മാരെ, നമുക്കിന്ന് ഫുഡ് ബ്ലോഗ് കണ്ടിട്ട് വന്നാലോ? ഷാപ്പിലെ വീഡിയോ ആണ്. അണ്ണനെല്ലാം കൈക്കണക്കാണ്. ചേച്ചി ചേട്ടൻ്റെ അടുത്ത് വീട്ടിലെ കാര്യം മാത്രം ചോദിച്ചത് ഓർമ്മയുള്ളൂ. പിന്നെ ഇന്നത്തെ സ്പെഷ്യല് ഞണ്ട് തീയലാണ്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് പറ്റി നല്ല നല്ല കമൻറ്റുകൾ ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്കപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഇനി സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആകണം അങ്ങനെ എന്തോ ഇല്ലേ ചേട്ടാ? ഇനി കുറച്ച് നമ്മളിപ്പോ സവാള ആയല്ലോ, കുറച്ച് ഇഞ്ചി, ഒരു 2 സ്പൂൺ ഇഞ്ചി അതിന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത് ഇടാൻ പോകുന്ന ചതച്ച ഇഞ്ചിയാണ്. ഇത് എത്ര എണ്ണം ചേട്ടാ? ചേട്ടാ ചേട്ടൻ ഇടുന്നുണ്ടോ? എടുത്തിങ് ഇടുവാണ്. ചേട്ടന്റെ കൈ അളവാണ്, മനസ്സിലായില്ലേ? ചേട്ടാ ഇനി ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. എന്റെ കാര്യം അറിയണ നിർബന്ധമാണ്. ഇല്ല ഇല്ല, കുഴപ്പമില്ല. അല്ല, എന്റെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയുകൊണ്ട് വെച്ചോണ്ടാണ് ഇത് പറ്റിക്കാമെന്ന്. അല്ല അല്ല, ഞാൻ ചോദിക്കട്ടെ? അല്ല ചേട്ടാ, ഞാൻ അറിഞ്ഞോട് ചോദിക്കാണ്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്താടെ? പിന്നെ എന്തിനാ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചു ഉണ്ടാക്കി വെച്ചിട്ട് ചുമ്മാ വീട്ടിലായിരുന്നു എന്നെ കളിയാക്കണ? നാട്ടുകാർക്ക് മൊത്തം അറിയാം എന്റെ ഫാമിലി കാര്യങ്ങൾ. എന്നിട്ട് മറ്റോ വൃത്തിയായിട്ട പരിപാടി കാണിക്കാൻ നീ പറഞ്ഞു കൊടുത്താടാ? പിന്നെ അവിടെ എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കണത് ഇവിടെ ആരുടെ? ഇവിടെ ഷാപ്പിൽ വന്നിട്ട് ഇത്രയും വൃത്തിയായിട്ട് ഭാര്യയായിട്ട് മണയും പോയത് ഇങ്ങനെ ഭാര്യ ആട്ടോ അയ്യേ, നാട്ടുകാർക്ക് മുന്നേ ആട്ടോക്കാരോട് ഒഴിച്ചു. ഇത് എവിടെ എങ്ങനെ ഞാൻ അപ്പൊ നമുക്കിനി ഇതിനെ നമ്മുടെ ഡിഷിലേക്ക് മാറ്റുക എന്നൊരു കർത്തവ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ പാത്രം ഇവിടെ റെഡിയാണ്. ചേട്ടൻ കപ്പയും ഇതിലേക്ക് വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കപ്പയും ഞണ്ടും ആയിട്ടുള്ള കോമ്പിനേഷൻ ഇവിടെ റെഡിയാണ്. ഇത് കണ്ടോ? അപ്പൊ നമുക്ക് വേറൊരു വിഭവമായിട്ട് വേണ്ട, നീ കഴിച്ചിട്ട് പോയാൽ മതി. കഴിക്കടി. ഞണ്ട് ഞണ്ട് പിന്നെ നിനക്ക് കഴിക്കാൻ കഴിച്ചിട്ട് പോയാൽ നീ എന്നെ അണ്ണന്റെ ഭാര്യയെ പറ്റി പറഞ്ഞില്ലേ? നീ എന്നെ അണ്ണനെ കഴിച്ചിട്ട് പോയാൽ മതി. ചുമ്മാ എടുത്തിട്ട് അടുത്ത വിമാനത്തിന് പോവാന്ന്. പോടാ, വെട്ടി ഞാൻ പോടാ. കപ്പയും ഞണ്ടും ആയിട്ടുള്ള കോമ്പിനേഷൻ ഇവിടെ റെഡിയാണ്. ഇത് കണ്ടോ? എങ്ങനെ തിന്നാൻ തോന്നുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മുടെ കപ്പയും ഞണ്ട് കറിയും കഴിക്കാൻ പോവാണ്. ഇതൊക്കെ തേക്കണേ, ഇതൊക്കെ വൈകുന്നേരം കാണുന്ന തേക്കണേ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാ നമ്മള് ഞണ്ട് തീയല് ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞാ ദിവസം ഇങ്ങോട്ട് വണ്ടി പിടിച്ച് ശരിക്കും വന്ന് നമ്മള് കഴിച്ചിരിക്കും. സൂപ്പർ ടേസ്റ്റ് ആണ്. പക്ഷെ ഞണ്ട് ഫുള്ള് കഴിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം, കാരണം ഇതെല്ലാം തല്ലി പൊട്ടിക്കണം. അപ്പൊ നമുക്ക് ഇനിയും പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. കാണാനില്ല, കഴിച്ചിട്ട് പോയാൽ കഴി. അത് കഴിയടി, കഴിയടി, കഴിയടി. നീ ഇത് കഴിക്കാൻ തന്നെ എന്നെ കൊണ്ടുണ്ടാക്കിയ നീ പോവില്ല. നീ കഴിയണ്ട. നീ നിന്നിട്ട് മോളെ നീ കാണണം. നിന്നെ ഞാൻ കുറെ നേരത്തെ ടൈറ്റ് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. നീ നോക്കി അപ്പൊ നീ തന്നെ പറഞ്ഞു